സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായ വിഷയം സജിന പൂക്കുട്ടി വിഷയം. സജിനാര സോഷ്യൽ മീഡിയ വഴി ഒരു പോസ്റ്റ് ഇട്ടത് സജിന 9 മാസം പ്രഗ്നൻ്റ് ആണ്, പൂക്കുട്ടിയാണ് അതിന് ഉത്തരവാദി എന്നുള്ളത്, അതായത് കുട്ടിയുടെ അച്ഛൻ എന്നുള്ള രീതിക്കാണ് പോസ്റ്റ് ഇട്ടത്. അതിൽ കമൻറ്റുകൾ ഒരുപാട് വന്നു. സജിന കല്യാണം കഴിച്ചോ, നല്ല കമൻറ്റുകളുണ്ട്. സജിന പൂക്കുട്ടിയെ കല്യാണം കഴിച്ചോ എന്നൊക്കെ ഉള്ള ഒരു രീതിക്കൊക്കെ വന്നു. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് സജിന ആ പോസ്റ്റ് റിമൂവ് ചെയ്യുകയും പിന്നെ അതിനുശേഷം സജിന തന്നെ വന്നിട്ട് പറയുന്നുണ്ട് അത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ. സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു പോസ്റ്റാണ്, ഒരുമാതിരി എല്ലാ മലയാളീസും കണ്ടു കാണും. ഇതിനകത്ത് ഈ ആള് വിവാഹിതനാണ്, 2 കുട്ടികളുമുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ഒരു റിലേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം ഇങ്ങനെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗർഭം ഉണ്ടാവണമെങ്കിൽ അത് ഇല്ലീഗലായിട്ട്, അതായത് ഒളിച്ചും പാത്തും ഉണ്ടാക്കിയ റിലേഷൻ ആയിരിക്കുമല്ലോ. അദ്ദേഹം ഇവരെ വിവാഹം കഴിച്ചിട്ടില്ല എൻ്റെ അറിവിൽ. അപ്പം നമ്മൾ ഗൂഗിളിലും വിക്കിപീഡിയയിലൊക്കെ നോക്കുമ്പോഴും ഈ മനുഷ്യന് വേറൊരു ഭാര്യയുണ്ട്, ഭാര്യയുടെ കൂടെ ചേർന്നുള്ള വീഡിയോസ് ഉണ്ട്, 2 കുട്ടികളുമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ന്യൂസ് ഒരാൾ വെളി വിടുമ്പം ഇതിനകത്ത് വന്ന് കൈയടിക്കുകയും കൺഗ്രാലേഷൻ പറയുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഫാമിലി ഇല്ലേ? ഒരുപാട് പേര് സന്തോഷമായിട്ട് സജിനായെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സജിനാര ആ വീഡിയോയുടെ അടിയിൽ, സജിന പോസ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇട്ടത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളും നിങ്ങൾ വേറൊരു റിലേഷൻ, ഒരു ഇല്ലീഗൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷനിൽ പോയി അതിനകത്തൊരു ഗർഭം ഉണ്ടായി അവരിത് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നത്? എനിക്കിത് മാനസികമായിട്ട് വല്ലാത്തൊരു, എന്നുവെച്ചാൽ ഞാൻ ആ മനുഷ്യൻ്റെ വൈഫിനെ കുറിച്ചാണ് ആലോചിച്ചത്. മോശമല്ലേ? നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? എനിക്കിത് കണ്ടിട്ട് ഞാനൊരു ഭാര്യയാണ്, എനിക്ക് കുട്ടികളുണ്ട്, നമുക്കത് സഹിക്കാൻ പറ്റുമോ? വിവാഹിതനായ അങ്ങനെയുള്ള ആളുകൾക്ക് അത് തെറ്റായിട്ട് തോന്നൂല. അയാൾക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. സജിനാക്ക് അങ്ങനെ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഒരു സ്ത്രീ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പുരുഷൻ അങ്ങോട്ട് ഒരിക്കലും, നല്ല ആൾക്കാരാണെങ്കിൽ അത് പോകൂല, മാന്യമായ രീതിക്കായിരിക്കും. പക്ഷേ ഇത് അയാൾക്ക് അങ്ങോട്ട് ഉള്ളത് കൊണ്ടാണല്ലോ, അയാൾക്ക് അങ്ങോട്ട് ഒരു ഇത് തോന്നിയിട്ടാണ് അയാളും പോയിട്ടുള്ളത്. അത് തെറ്റ് തന്നെയാണ്. ഒരു പുരുഷൻ 2 കുട്ടികളുണ്ട്, അദ്ദേഹം ഡൈവേഴ്സ്ഡ് ആണെങ്കിൽ പോട്ടെ, ഗൂഗിളിലൊന്നും അദ്ദേഹം ഡൈവേഴ്സ്ഡ് ആയിട്ട് തോന്നുന്നില്ല. ഇൻസ്റ്റ എടുത്ത് നോക്കുമ്പോൾ അയാൾ ഡൈവേഴ്സ് അല്ലെന്നാണ് തോന്നണത്. അയാൾ അല്ല 2 കുട്ടികൾ ഭാര്യ ആയിട്ടുള്ള ചേർന്ന് നിൽക്കണത്, കുട്ടികളെ വെച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ കണ്ടതാണ്. അഥവാ അങ്ങനെയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വീഡിയോസ് നമുക്ക് കാണുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനൊരിക്കലും മാനസികമായിട്ട് ഇത് അംഗീകരിക്കുന്നില്ല. നിങ്ങളെന്ത് പറയുന്നു? ആരും അംഗീകരിക്കൂല, ഇതാരും അംഗീകരിച്ച് കൊടുക്കൂല. അപ്പം അയാൾക്ക് അങ്ങനെ അഥവാ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അയാൾ അത്രയ്ക്ക് അഴുക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമേ അതങ്ങനെ തോന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ ന്യൂസ് വരെ ഇറങ്ങി, അതാണ് അതിലും കോമഡി. ന്യൂസ് ഇറങ്ങിയായിരുന്നു. നമസ്കാരം. മുൻ ബിഗ് ബോസ് താരമായ സജന നൂറും ഓസ്കർ അവാർഡ് ജേതാവായ റസൂൽ പൂക്കുട്ടിയും തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ള ശക്തമായ അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ ദിവസം സജന നൂറ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. താൻ 9 ആഴ്ച ഗർഭിണിയാണെന്നായിരുന്നു ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഒപ്പം സജനയും റസൂൽ പൂക്കുട്ടിയും ഒരുമിച്ച് നിൽക്കുന്ന സെൽഫിയുമാണ് സജന പോസ്റ്റ് ചെയ്തിരുന്നത്. മാഷാ അല്ലാഹ് എന്നായിരുന്നു അടിക്കുറിപ്പ് പങ്കുവച്ചിരുന്നത്. ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്ന് കയറി വൈറലായി. നിങ്ങൾ ഇപ്പോൾ സജനയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി ആ പോസ്റ്റ് തപ്പിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ പോസ്റ്റ് സജന റിമൂവ് ചെയ്തിരിക്കുകയാണ്. സജിന പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തു. എന്നിട്ട് സജിന പറയുന്നത് ഹാക്ക് ചെയ്തെന്ന്. ഒന്നുകിൽ പറയും അത് ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ അത് AI ആണ് എന്നാണ് മിക്കുള്ളവരും പറയണ. യഥാർത്ഥ റെക്കോർഡുകൾ പുറത്തു വന്നാലും യഥാർത്ഥ വീഡിയോകൾ കണ്ടാലും പറയണത് AI ആണ്. കമന്റ് രൂപേണ പലരും ചോദ്യങ്ങളുമായി രംഗത്തെത്തി. നിങ്ങൾ നമ്മൾ എപ്പോഴാണ് വിവാഹിതരായതെന്ന് ചോദ്യം ചോദിച്ചു. പലരും ആശംസകളുമായി രംഗത്തെത്തുകയും ചെയ്തു. പക്ഷെ എപ്പോഴാണ് വിവാഹിതരായത്? നിങ്ങൾ തമ്മിൽ കൈയടിച്ചു, ഒരുപാട് പേര് കൈയടിച്ച് സന്തോഷം കൊണ്ട് സജിന കെട്ട് പൂക്കുറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണ് പൂക്കുറ്റിയാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് പേര് രംഗത്ത് വന്നായിരുന്നു. കമന്റുകൾ ഇട്ടാണ് വന്നത്. ായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരെ ആളുകൾ ചോദിച്ചു തുടങ്ങി. ഇതിന് പിന്നാലെയാണ് ഈ പോസ്റ്റ് സജന നീക്കം ചെയ്ത പശ്ചാത്തലം ഉണ്ടായത്. എന്തായാലും സജനയും മുൻ ഭർത്താവായ ഫിറോസും തമ്മിൽ കുറച്ചധികം നാളുകളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെളിവാരി എറിയലൊക്കെ തന്നെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് സജനയും റസൂൽ പൂക്കുട്ടിയും തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ള ചോദ്യങ്ങൾ വരെ നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിപ്പോ സജന തന്നെ പുറത്തുവിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിലൂടെയാണ് ഇത് കൂടുതൽ വാർത്തയാവുകയും സാധാരണയായി
ഓ, ഇത് വാർത്ത വരെ വന്നു, ഒന്ന് ആലോചിച്ച് നോക്കണം. ന്യൂസിൽ വരെ വന്നെന്നുള്ളതാണ്. മീഡിയയും ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. എന്തായാലും താൻ 3 മാസം പ്രഗ്നന്റ് ആണ് എന്നുള്ളത് സജന പുറത്തുവിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ആ പോസ്റ്റ് റിമൂവ്? അതാണ് സജിനാരെ സോഷ്യൽ മീഡിയ വഴിയാണ്, സജിന തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്തത്. എന്നിട്ട് സജിന ഇല്ല ആരും അറിയാതെ വേറെ ആരോണ് പോസ്റ്റ് ചെയ്തത് എന്നുള്ള രീതിക്ക് സോഷ്യൽ മീഡിയ വഴി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്, ജനങ്ങൾക്ക് മൊത്തം അറിയാവുന്ന ഒരാളാണ് ബിഗ് ബോസ് താരമാണ്. പിന്നെ അതുപോലെ തന്നെ സജിന 2 കല്യാണം കഴിച്ചു. അത് ആദ്യത്തേലൊരു കുട്ടിയുണ്ട്, രണ്ടാമത്തേലും ഒരു കുട്ടിയുണ്ട്. അതാണ് ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഒത്തിരി ഇഷ്യൂ ഒക്കെ ആയത്. ഫിറോസുമായിട്ട് ഒത്തിരി ഇഷ്യൂ ആയി. അപ്പോഴേ അയാൾ പറഞ്ഞ് എന്തോ അയാൾ വെളിയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി എന്ത് കാര്യമാണെന്നൊന്നും അറിയാൻ വയ്യ. അപ്പം എല്ലാവരും പറഞ്ഞ അയാൾ എന്തോ സ്ഥിരതയില്ലാതെ വിളിച്ച് പറയുന്നത് പോലെയാണ്. ഇതിനെത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പം സജിന രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഹാക്ക് ചെയ്ത് സജിനത ഇന്ന് രംഗത്ത്. ഹലോ, എൻ്റെ കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ അല്ല, ഈ സജിന ഇത് പോസ്റ്റ് ചെയ്തു, സജിനാരെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവർക്ക് ഇത് കിട്ടിയായിരുന്നു. അവരൊക്കെ അത് വീഡിയോ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് അത് ഇതിട്ട ഉടനെ തന്നെ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വന്നിരുന്നും കൊണ്ടാണ് സജിന ഈ വാക്ക് പറയുന്നത്. ഇത് സജിനാര അക്കൗണ്ടിലൂടെയാണ് ഇരുന്ന് പറയുന്നത്. സജിനാര അക്കൗണ്ടിലൂടെയാണ് പറയുന്നത്, സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് പറയുന്നത്. അപ്പം ഇതെന്തായിരിക്കും ഇതിന് ഇപ്പം അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണം. എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ്. കൺഗ്രാജുലേഷൻ പറഞ്ഞ ഒന്നുമല്ല, 9 ആഴ്ച പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ് ഫ്രണ്ട്സ് ആരൊക്കെ കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞത്. ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും. ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാലുവാണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട്, ഷാലു പെട്ടെന്ന് ഇങ്ങനൊരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവൾ നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ചുമ്മാ ഇതാരും. സജിന അന്നും പറയുമായിരുന്നു, പിന്നെ ഇതുപോലെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഫിറോസിൻ്റെ ആ ഇഷ്യൂ വന്നപ്പോൾ തന്നെ സജിന രംഗത്ത് വന്ന് നമ്മളൊക്കെ അതിന് വീഡിയോ ചെയ്തായിരുന്നു. സജിനായെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് അത് വീഡിയോ ചെയ്തത്. അയാൾ ഒരറ്റത്ത്, അന്ന് ഫിറോസ് ഒരറ്റത്ത് വാശി കാണിക്കുന്നു, സജിന ഇപ്പുറത്തെ ഒരു വശത്ത് വാശി കാണിക്കുന്നു. ബിഗ് ബോസിലാണെങ്കിൽ അവർ രണ്ടുപേരും നല്ല സ്നേഹത്തോടെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്നത്. പക്ഷേ ഈ ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരും ഇതിങ്ങനെയാണ് അടിച്ച് പിരിഞ്ഞു ഒരു പരുവായാണ് വെളിയിലിറങ്ങണം. ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സർവീസ് സെല്ലിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എടുത്ത് ഇതാരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ആരാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ഹാക്ക് ചെയ്തത് ആരൊക്കെയാണ്. ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ ഫോൺ ഓഫായിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ. അല്ലാതെ ഞാനിത് ഇങ്ങനെ അപ്പോഴും പ്രഗ്നന്റ് അല്ലേ?
പിന്നെ 9 ആഴ്ച ആയെന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്തത് പ്രഗ്നൻ്റ് അല്ലേ? എന്തരാ എന്തോ. കല്യാണം കഴിക്കില്ല, ഞാനിങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വായായിട്ട് വന്ന് പറഞ്ഞോട്ടെ. അമ്മ നിങ്ങൾ വിശ്വസിക്കുക, ദേവി ചെയ്ത് എന്നെ ഉപകാരം ചെയ്തിലും ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് ഹാക്ക് ചെയ്തവരെയാണ്. ഇതാരാണ് ഹാക്ക് ചെയ്തത്? ആരാണ് മറഞ്ഞിരുന്ന് ഹാക്ക് ചെയ്തത്? ഇത്രയും ക്രൂരത സജിനാരുടെ അടുത്ത് കാണിച്ചത് ആരാണ്? അതൊട്ടും ശരിയല്ല അങ്ങനെ കാണിച്ചത്. ത്തില്ല. അതാരായാലും അവർക്കൂടുള്ളൊരു വാണിംഗ് ആയത്, ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എൻ്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിൻ്റെ രീതിയിൽ ഞാൻ നീങ്ങിക്കോളാം. സജിനെ ഇനി ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ? സജിന അല്ല ഇതിങ്ങനെ ചെയ്തത്, പോസ്റ്റ് ചെയ്തത് സജിന അല്ല എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ എന്തോ പോരാ, ഒരു ദുരൂഹത പോലെ. പൂക്കുറ്റിയെ കണ്ടിട്ടില്ല, അടിച്ച് പൂക്കുറ്റിയായി ഇരിക്കും കണക്ക്. ഭാര്യയും 2 കുട്ടികളും ഉള്ള ഒരാളല്ലേരുന്ന. എന്നാലും വേണ്ടൂല, ആളുകൾ അതിൻ്റെ അടിയിലും പോയി കമൻ്റ് ഇടയാണ്. അത് സാരമില്ല, കൺഗ്രാജുലേഷൻ സജിന, കല്യാണം കഴിച്ചോ എന്ന്. ഈ ആളിയൊക്കെ എന്തൊരു ചിന്താഗതിയാണ്. ഇതൊക്കെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഒന്നുകിൽ അയാൾ ഡിവോഴ്സ് ആവണം. ഡിവോഴ്സ് ആയതിന് ശേഷമാണെങ്കിൽ പ്രശ്നമില്ല. ഇത് അതിന് മുമ്പേ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഇവർ കുറേ നാളായിട്ടുള്ള റിലേഷൻ ആയിരിക്കും. ഒരു കുട്ടി വയറ്റിൽ കിടന്നു 9 ആഴ്ച ആയെങ്കിൽ അത് ഇനി എന്തായാലും അതൊന്നും ചെയ്യാൻ പറ്റൂല, അത് പ്രസവിക്കുക തന്നെ ചെയ്യും. അപ്പം ഇനി സജിന അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അത് കൊണ്ടുവന്ന് അത് സമൂഹത്തിന് മുന്നിൽ കാണിക്കണം. അതേ ഉള്ളു ഇനി ഒരു വഴി, അല്ലാതെ ഇന്ന് ഒരു വഴിയും ഇല്ല. ഇപ്പം ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കട്ടെ, എന്തോന്ന് ചെയ്യണം. പിന്നെ ഹാക്കായി AI ആണ് എന്നൊക്കെ പറയണതൊക്കെ വെറുതെയാണ്. അതൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റൂല.